ഇന്ന് എൻ്റെ ഫസ്റ്റ് ന്യൂ ഇയർ ആണ് ന്യൂസിലാൻഡിൽ. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കാം. ലൈഫിൽ നമുക്ക് പല ആഗ്രഹങ്ങളുണ്ടാവില്ലേ? അതിലൊന്നാണ് ഈ സ്കൈ ടവറിന് താഴെയുള്ള ന്യൂ ഇയർ. ഇത് നടക്കുമെന്നൊന്നും എനിക്ക് ഉറപ്പില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രതീക്ഷ വളരെ കുറവായിരുന്നു കേട്ടോ. പക്ഷേ ന്യൂസിലാൻഡിൽ കല്യാണം കഴിഞ്ഞ് എത്തിയപ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ ഉറപ്പിച്ചു, ഈ ന്യൂ ഇയർ സ്കൈ ടവറിന് താഴെ ആയിരിക്കുന്നു. അതെന്തായാലും നടന്നട്ടോ. അതിന് വലിയൊരു താങ്ക്സ് എൻ്റെ ഹസ്ബൻഡിനോട്. ഈ ന്യൂ ഇയറിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? വേൾഡിൽ വെച്ച് ഫസ്റ്റ് ന്യൂ ഇയർ ന്യൂസിലാൻഡിലാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ന്യൂ ഇയർ. ഈ ഒരു വർഷം എല്ലാവരുടെ ആഗ്രഹങ്ങളും നടക്കാൻ സാധിക്കട്ടെ. നമ്മൾ ആരെങ്കിലുമൊക്കെ ഇനി അബ്രോഡ് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ആഗ്രഹം നടക്കട്ടെ. ഞാൻ അബ്രോഡ് പഠിച്ചുകൊണ്ട് പറയാണ്, നമ്മൾ കംഫർട്ട് സോണിൽ നിന്ന് പോയിട്ട് നമ്മുടെയായ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ എക്സ്പീരിയൻസിലെ ആ സ്ട്രഗിൾസും അവിടെ നിന്ന് നമ്മൾ കണ്ടെത്തുന്ന ഫ്രണ്ട്സും കൂടെ നിൽക്കുന്ന ഓരോരുത്തരും, ഇതെല്ലാം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. നമ്മുടെ വീടെന്ന് പറയുന്നത് അത്ര നല്ലതല്ലെന്നല്ല, പക്ഷെ അതൊരു കംഫർട്ട് സോണാണ്. അതിൽ നിന്ന് നമ്മൾ നമ്മുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ ഇറങ്ങുന്നോ അന്ന് തൊട്ട് നമ്മൾ റിയാലിറ്റി ഹിറ്റ് ചെയ്യും. പ്രിയപ്പെട്ടവരെ വിട്ടുപോകുന്നത് എന്നും സങ്കടമാണ്. പക്ഷേ ഞാൻ പറയുന്നു, ആ ഒരു സങ്കടത്തിൽ നമുക്ക് ലൈഫിൽ ഓർക്കാനുള്ള ഒത്തിരി ഓർമ്മകൾ ഈ ഒരു വർഷം സമ്മാനിക്കട്ടെ എന്ന്. ബൈ ബൈ.